ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെറുതെ മരം വെട്ടി സമയം കളഞ്ഞു. എനിക്കറിയത്തില്ല എന്താണ് ഞാൻ വീഡിയോ എടുക്കുമ്പം ഞാൻ എന്തോ അതിനകത്ത് കണ്ടൻറ്റ് എടുക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ബേസ് കണക്ക് സെറ്റ് ചെയ്ത് ഗൈസ്. അയ്യോ ചടിപ്പോയി. അതെ, ഇവിടെ ചെറിയൊരു ബേസ് കണക്ക് സെറ്റ് ചെയ്ത് ഇവിടെ ഒരു ഫർണസും സാധനമൊക്കെ ഉണ്ടാക്കി വെച്ച്, പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ താഴോട്ട് 2-3 കുഴി എടുത്തിട്ട് എൻ്റെ ഈ കോളില്ല ഒന്നാമത്തെ കാര്യം, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. ഈ ടോർച്ച് ഞാൻ ഇവിടുന്ന് വെട്ടിയെടുത്തയാ. ഞാൻ മിക്കവാറും അത്രയും പ്രോഗ്രസ് ചെയ്തത്. ഞാൻ ചിലപ്പോൾ ഈ കുഴി ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് താഴോട്ടൊരു കുഴി കണക്കാക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അത് ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ എവിടെ ഒരു കേവ് ആണ്, ഞാൻ ആ കേവ് ഒക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കേവിനകത്ത് എനിക്ക് അവിടുത്തെ കോള് കിട്ടുമെന്ന് നോക്കാൻ. ഇതിൻ്റെ താഴെയായിരുന്നു തോന്നുന്നു. അയ്യോ ഇവിടെ തന്നെ ഗൈസ് നമ്മൾ കണ്ടുപിടിച്ചു. മിക്കവാറും പോയി ചാവാൻ ചാൻസസ് ഉണ്ട്. ഞാൻ മിക്കപ്പോഴും കേവ് മൈനിങ്ങിന് പോകുമ്പം ഭയങ്കര അയൺ കിട്ടി ഗൈസ്. പോയി ചാവാറാണ് പതിവ്. കേവ് മൊത്തം ലൈറ്റ് ചെയ്തേക്കാം. ഇവിടെ സോംബിയൊന്നുമില്ല. എനിക്ക് എന്തൊരു ഭാഗ്യം അറിയാമോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ മൈനിങ്ങിന് വന്നാൽ കുറച്ച് അയൺ കിട്ടി. വേറെ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഞാൻ കോള് കപ്പിയാണ് വന്നത്, പക്ഷെ എനിക്ക് അയൺ കിട്ടി. ഈ അയൺ സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് കോള് വേണം. മേളിലെവിടെ മേളിലെവിടെ അയൺ കണ്ടാകല്ലേ. അതുകൊണ്ട് ചെറിയ കേവാണ് ഗൈസ്, ചെറിയ കേവ്. നമുക്ക് ഈ കേവ് തന്നെ ഒരു മൈനിങ് സെറ്റപ്പ് ചെയ്താലോ. അങ്ങോട്ട് സ്ഥലമുണ്ടോ? ചെറിയ കേവ് അല്ല കേട്ടോ, അത്യാവശ്യം വലിയ കേവ് തന്നെ. നമുക്കൊരു 3 കഷ്ണം അയൺ കിട്ടിയതേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടൊന്നും കിട്ടിയില്ല. ഞാൻ കോള് കപ്പിയാണ് ഗൈസ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഞാൻ എങ്ങോട്ട് കയറുന്നത്? അങ്ങനെ കുറച്ച് അയൺ മാത്രം കെട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു വന്നു ഗൈസ്. താഴോട്ട് പോകാൻ എൻ്റെ ടോർച്ചില്ല. ടോർച്ച് ഉണ്ടാക്കാനാണെങ്കിൽ കോളും ഇല്ല. ബ്ലാസ്റ്റ് ഫർണസ്. ഈ സാധനം ഞാൻ ഉണ്ടാക്കാൻ നോക്കി. ഇതിന് അയൺ കൊടുക്കണം. അപ്പം നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് കിട്ടി ഗൈസ്. ഞാൻ വെറുതെ ഇതിലെ കൂടെ പോയതാണ്. ഞാൻ നോക്കി ഒരു ബ്ലാസ്റ്റ് ഫർണസ് വെച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ മണ്ടയ്ക്ക് ക്യാമ്പ് ഫയർ കാണുമല്ലേ. ഞാൻ ഏതൊക്കെ വില്ലേജ് കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ ബ്ലാസ്റ്റ് ഫർണസ് ഇരിക്കുന്നതിൻ്റെ മണ്ടയ്ക്ക്. ഇവിടെ പോക്കോയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് ഇരിക്കുന്നതിൻ്റെ മണ്ടയ്ക്ക് ഇതുണ്ടാക്കി വെച്ചേക്കുന്നത്. ഏതാ? നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പുക പോകുന്ന നമുക്ക് കാണിക്കാൻ. എൻ്റെ ബേസ് അവിടെ ആയിരുന്നു, മറന്നുപോയി. ഫുഡ് കഴിക്കട്ടെ. ഞാൻ ശരിക്കും മൈൻക്രാഫ്റ്റ് ബിഗിനർ എന്ന് പറഞ്ഞൊരു സീരീസ് തുടങ്ങിയിട്ട് ഞാൻ അതിനകത്ത് ശരിക്കും എന്തൊക്കെ കാണിക്കുന്നത്. ശരിക്കും ഒരു ബിഗിനർ ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. വെറുതെ ലൈഫ് കളയാനായിട്ട് ഇങ്ങനെ ചാടി നടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ബേസിലേക്ക് നേരെ പോകാം. ഈ കുഴി ഓർത്ത് പോകണം. കുഴി ഞാൻ എവിടെയാണെന്ന് മറന്നു പോകുന്നു ബേസ്. ശരിക്കും ഞാൻ എന്താ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എൻ്റെ ബേസ് തന്നെ ആകുമല്ലോ. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ജസ്റ്റ് കുറച്ച് തടിയെടുത്ത് നിന്ന് ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഇട്ടാം. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പം ബ്ലാസ്റ്റ് ഫർണസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ പറ്റും കേസ്. ഞാൻ കുറച്ച് തടി എടുത്തോണ്ട് തടി നമുക്ക് സ്ലാബ് ആക്കിയിടാം. അപ്പം 36 തടി എത്തി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ തോനെയും ഇത് കിട്ടും ഗൈസ്. സ്ലാബ് അതാണ്ട്. ഓക്കെ, അത്രയും മതി. ഇച്ചിരി സമയം എടുക്കും. ഞാനൊരു ബക്കറ്റ് ഉണ്ടാക്കട്ടെ. അതിന് മുമ്പ് 5 അയൺ കയ്യിലിരിപ്പുണ്ട്. 5 അയൺ കളഞ്ഞ് ബക്കറ്റ് ഉണ്ടാക്കും.
3 അയൺ കൊടുത്ത് ബക്കറ്റ് ഉണ്ടാക്കും, ബാക്കി 2 അയൺ മറ്റേത് 3 എണ്ണം ഉണ്ട്, എല്ലാം സ്മെൽറ്റ് ചെയ്ത് തരും. പിന്നെ 5 എണ്ണം പിന്നെ കണക്ക് എവിടെ കണ്ടല്ലായിരുന്നു മറ്റേ ബ്ലാക്ക് സ്മിത്ത്. അതാണ് ഇതേത് ബ്ലാക്ക് സ്മിത്ത്? അത് തന്നെ അത് തന്നെ. ഞാൻ ഇതിനകത്തോട്ട് പറഞ്ഞു, ഞാൻ ബക്കറ്റ് ലാഭം ഇട്ടിട്ട് ഗൈസ്. ഓക്കെ, എല്ലാം സെറ്റായി. ഇപ്പം എല്ലാം കത്തിപ്പോയാൽ ഞാൻ ഇവിടെ നിന്ന് കത്തിയേനെ. ഇപ്പോൾ എനിക്കിവിടെ 2 ഫുഡ് ഉണ്ടായിരുന്നല്ലേ. മതി. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് ഈ സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്താലോന്നുണ്ട് ഗൈസ്. നമ്മൾ മൈനിങ്ങിന് പോകണോ സ്റ്റോറേജ് റൂം സെറ്റാക്കണോ എന്നൊരു ഡൗട്ട്. ഇപ്പോൾ അത്ര മതി. നമുക്ക് ശരിക്കും എന്താണ് കാണിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നമുക്ക് കുറച്ച് മരം വെട്ടിക്കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ആ വഴിക്ക് വേറെ വല്ല അകത്തോട്ട് വല്ല കേവ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് സ്ട്രിപ്പ് ചെയ്യണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് സ്പ്രൂസ് ആണ് വേണ്ടത്. നോക്ക്, ഞാൻ സ്പ്രൂസ് നോക്കി അങ്ങനെ നടക്കാറില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാലും സ്പ്രൂസ് ഒരു പ്രത്യേക സുഖമാണ്. അതെന്താണെന്നറിയില്ല, അതങ്ങനെയാണ്. അതിന് മുമ്പ് നമുക്ക് കോർഡിനേറ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുന്നൊരു വീഡിയോ ഞാൻ ഇടാം ഗൈസ്. ഉടനെ തന്നെ വരുന്നതായിരിക്കും. കുറേ പേർക്കും ഇങ്ങനെ കോർഡിനേറ്റ് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്. അതിനി അവൻ്റെ കുഴപ്പമാണോ അവനറിയാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ പൊട്ടൻ്റെ അടുത്ത് ചോദിക്കത്തില്ല. ഞാനൊരു പൊട്ടനായതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് കളിയാക്കി ചോദിച്ചാണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും കോർഡിനേറ്റ് നോക്കാൻ എനിക്ക് ഏകദേശം ഒരു കണക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെയാണ് നോക്കണ്ടതെന്ന്. എന്നാലും അങ്ങനെയൊക്കെ തൊട്ടറിയില്ല. ഈ എപ്പിസോഡ് ശരിക്കും നമ്മൾ എന്താണ് ചെയ്തത്? നമ്മളിതുവരെ ഒന്നും ചെയ്തില്ല. നമ്മളിങ്ങനെ ചുമ്മാ തെക്കോടും മുളക് ഓടി നടക്കുന്നതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലേ. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇങ്ങനെ തെക്കോട്ടും മുളകോട്ട് ഓടി നടന്നു പോട്ടെ. അടുത്ത എപ്പിസോഡ് ഞാനില്ല അവിടുത്തെ മൈനിങ് ഏരിയ സെറ്റാക്കാം. അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ 2 ചോർച്ചുണ്ട്, നമുക്കവിടെ മൈൻ ചെയ്ത് താഴോട്ട് അങ്ങ് പോയി നോക്കാം. അവിടെ അല്ല, എങ്ങനെയും കിട്ടിയാലോ. നമുക്ക് സ്ട്രിപ്പ് മൈൻ ചെയ്യണം ഗൈസ്. നമുക്കൊരു 59 നിൽക്കുകയാണ്, അത് 16 അയണിൻ്റെ വൈ ലെവല് ആണ് ഈ 16. അപ്പം നമുക്ക് അവിടെ ചെന്ന് സ്ട്രിപ്പ് മൈൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. കിട്ടി. നമ്മൾ ചുമ്മാ ഇങ്ങനെ കുഴിച്ച് പോയപ്പോൾ അയണോടുണ്ട് ഗൈസ്. കിട്ടി. ഓക്കെ, ഒന്ന് അങ്ങനെ വിളിച്ചാൽ ശരിയാവില്ലല്ലോ. കറക്റ്റാണ്. ഓക്കെ, 2 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല. അടുത്തോട്ട് നമുക്ക് ഈ കുഴിക്കുന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഈ വീഡിയോ ഒന്നും ചെയ്തില്ല. നമ്മൾ ഈ ബേസ് ഒന്ന് സെറ്റ് ചെയ്യുന്ന കാണിച്ചെന്നേ ഉള്ളൂ. ഹലോ ഉണ്ടോ ഗൈസ്? ഞാൻ മിക്കവാറും അടുത്ത എപ്പിസോഡിൽ തന്നെ ഇവിടെ ഒരു കുഴി കണക്കാക്കാൻ ചാൻസ് ഉണ്ട്. സോംബിയുടെ സൗണ്ട് താഴോട്ട് നോക്കി വിടുന്നു. ഒരു പന്നി അകത്തോട്ട് നിന്ന് കയറിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ അവിടെ സോംബിയുടെ സൗണ്ട് ചെയ്ത് എവിടെ നിന്നാ അറിയാൻ വയ്യ. ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ് ടോർച്ച്, ഞാനിത് കണ്ടില്ല. ഇവിടെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ടോർച്ചുണ്ട്. ഈ കമ്പിനകത്ത് വെച്ചേക്കുന്നതൊന്നും ഒരാവശ്യമില്ലാത്ത സാധനമാണ്. ഇവിടെ ആവശ്യത്തിൽ വെട്ടമുണ്ട്. ഇനിയിപ്പോൾ എക്സ്ട്രാ വെട്ടത്തിൻ്റെ കാര്യമില്ല. ഇവിടെ നമുക്ക് ആവശ്യത്തിന് ടോർച്ച് എടുത്തിട്ട് അടുത്തോട്ട് നമുക്ക് മൈനിങ് ഏരിയ സെറ്റാക്കാൻ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചുമ്മാ കറങ്ങിയാണെന്ന് കളിച്ചു, നമ്മളൊന്നും ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മൈനിങ് ഞാമിക്കും. അടുത്ത വീഡിയോ മൈനിങ് തന്നെ ശരിയാകും, മൈനിങ് ഏരിയ സെറ്റാകും ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും ടാറ്റ, ഗുഡ് ബൈ. ഇറ്റ്സ് മീ എൻകാഡോക്സ് സൈനിങ് ഓഫ്.